ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നല്ല കിട്ടില്ല ഒരു പടം കണ്ടിട്ട് വന്നേക്കാണ് ഗൈസ്. ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ഷനിലുള്ള മൂവിയല്ല, പുള്ളി അഭിനയിച്ച നല്ലൊരു കിഡില്ല ഒരു തമിഴ് പടം DC ദേവദാസ് ആൻഡ് ചന്ദ്ര. മൂവി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? ഈ 2 വീക്കെൻഡ് ഞാൻ അടുപ്പിച്ച് 2 പടം കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ തുടക്കം വിസ്മയ മോഹൻലാലിൻ്റെ, പിന്നെ ഞാൻ പോയി കണ്ടത് DC, അതായത് ലോകേഷ് കനകരാജിൻ്റെ ഫസ്റ്റ് പുള്ളി അഭിനയിക്കുന്ന പടം. എൻ്റെ മോനെ എന്ത് പടമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന ലെവലിലുള്ള പടം. ഇതിൽ എടുത്തു പറയേണ്ടത് അനിരുദ്ധിൻ്റെ മ്യൂസിക്, ആ ഒരു സ്റ്റോറിയിലെ കുറച്ച് സീക്വൻസസ് ഒക്കെ ആണ് ഭയങ്കര കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ മൂവി പോയി കണ്ടത് മോൾ ഓഫ് ട്രാവൻകൂറിലെ സിനിപോളിസ് തിയേറ്ററിലാണ്. അവിടുത്തെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ വേറെ തിയേറ്റർ PVRും ഏരീസ് ഫ്ലെക്സിലൊക്കെ പോയിരുന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സൗണ്ട് ക്വാളിറ്റി ഭയങ്കര പുവറായിരുന്നു. നമുക്കറിയാമല്ലോ, സൈഡിൽ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട് 2 സൈഡിൽ. ഏത് സ്പീക്കറിൽ നിന്നാണ് ഒരു വോയിസ് വരുന്നതെന്ന് പോലും നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ബാക്കിയുള്ള സ്പീക്കേഴ്സ് വർക്കിങ്ങിൽ ഒരു സ്പീക്കറിൽ നിന്ന് മാത്രമാണ് സൗണ്ട് വരുന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ ഒരു തിയേറ്ററിൻ്റെ അവസ്ഥ. ബട്ട് മൂവി കിട്ടില്ല. സ്റ്റോറി വൈസ് പെർഫെക്റ്റ്, ഡയറക്ഷൻ, ആക്ഷൻ. മൂവി എങ്ങനത്തെ ഒരു മൂവിയാണ് ചോദിച്ചാൽ ഭയങ്കര ആക്ഷനുള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വയലൻസ് ഉണ്ട്. സെൻസർ ബോർഡ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വയലൻസ് ഈ മൂവിയിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ മൂവിയിൽ എടുത്തു പറയാനുള്ളത് 2 പേരാണ്, ലോകേഷ് കനകരാജും പിന്നെ ഇതിലെ ആക്ട്രസ് വാമിക ഗബ്ബി, നമ്മുടെ ഏത് സിനിമ ഗോദ മലയാളം മൂവിയിലെ ആ നടി, പുള്ളിക്കാരിയും ഒരു രക്ഷയില്ലാതെ. ഇതിൽ എടുത്തു പറയേണ്ട ഇവർ 2 പേരും തന്നെ ഈ കാസ്റ്റിങ്ങിൽ ഇവർ 2 പേരാണ് ത്രൂ ഔട്ട് ദ മൂവി പൊളിച്ചടുക്കിയിരിക്കുന്നത്. വൻ കിടിലം സ്റ്റണ്ടും കിടിലം സീക്വൻസസൊക്കെ ഉള്ള നല്ലൊരു പടം. ഇതിൻ്റെ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു കഥ പറഞ്ഞ് തുടങ്ങുന്നതും അങ്ങനത്തെ കുറച്ച് സീക്വൻസ് കാണിച്ച് പോകുന്നതാണ്. മൂവിയുടെ സ്റ്റോറി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, പോലീസും നമ്മുടെ സാധാരണ മനുഷ്യരുമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പോലീസുകാരന്മാർ നീതി കാണിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ ഏറ്റെടുക്കുന്ന കുറച്ച് കുറ്റവാളികൾ എന്നുള്ള രീതിയിൽ പോകുന്നൊരു സ്റ്റോറിയാണ്. എന്തായാലും കൊള്ളാൻ നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നതാണ്. ഇൻ്റർവെല്ലിൽ എത്തുന്നതിന് മുമ്പ് ഒരു സാധനം വെച്ച് നിർത്തും. പൊളി സാധനമാണ് മോനെ. അത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗൂസ് ബംസ് അടിച്ചിരിക്കും അനിരുദ്ധിൻ്റെ മ്യൂസിക് വെച്ചിട്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മ്യൂസിക് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ എന്തോ അതിൻ്റെ പേര്, രാഗ ഓഫ് റിവെഞ്ച്. ആ ഒരു മ്യൂസിക് പറയാനൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. നിങ്ങൾ ആ പാട്ടൊക്കെ കേട്ട് കാണുമ്പോൾ അത് ഓൾറെഡി വൈറലാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് പോയിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ കൊണ്ടുപോകുന്നത് ലേഡി ക്യാരക്ടറാണ്. അതായത് വാമിക ഗബ്ബിയാണ് കൊണ്ടുപോകുന്നത്. ചന്ദ്ര എന്ന ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി കിഡിലോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെയും വെച്ചിട്ടാണ് ഈ മൂവി ത്രൂ ഔട്ട് കിഡിലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ഇതിൽ പറയാനോ നെഗറ്റീവോ ഒന്നുമില്ല. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ എവിടെയൊക്കെ ചെറിയ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു ലാഗ് ഫീൽ ചെയ്യാം. ബട്ട് സ്റ്റോറി വൈസ് ഭയങ്കര പെർഫെക്റ്റാണ്. സെക്കൻഡ് ഹാഫ് കിഡിലോ ആണ്. ക്ലൈമാക്സ് വീണ്ടും ഒരു ഗൂസ് ബംസ് വരുന്നൊരു സീനുണ്ട്. നല്ലൊരു ക്ലൈമാക്സ്, നല്ലൊരു എന്താ പറയുക, ഹാപ്പി എൻഡിങ്ങോട് കൂടിയ ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് DC എന്ന് പറയുന്ന മൂവി. ഇത് മസ്റ്റായിട്ട് തിയേറ്റർ വാച്ചബിൾ പടമാണ്. നിങ്ങൾ OTTയിൽ സിസ്റ്റത്തിലോ TVയിലോ മൊബൈലിലോ ഇരുന്ന് കാണേണ്ട ഒരു പടമല്ല. തിയേറ്ററിൽ പോയി തന്നെ ഓഡിയൻസിൻ്റെ കൂടെ നല്ല കിഡിലോ ആയിട്ടിരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഇത് OTTയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ മൂവിക്ക് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് ഔട്ട് ഓഫ് 5 ആണെങ്കിൽ ഞാൻ ഏകദേശം 4.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഈ മൂവിയുടെ ഓവറോൾ തീം എന്ന് പറയുമ്പം ഒരു ഗുണ്ടകളുടെ ഫൈറ്റ് സീൻ അങ്ങനത്തെയൊക്കെ ഉള്ളൊരിതാണ്. അപ്പം ഫാമിലി ഓഡിയൻസിന് എത്ര ഇഷ്ടമാവുമെന്ന് അറിയില്ല. ബട്ട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആയവർക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. ഫാമിലി ഓഡിയൻസും പിള്ളേരെയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വയലൻസ് ഉണ്ട്. മാത്രമല്ല ഇത് A സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് വയലൻസ് കാരണം. സോ അതുകൊണ്ട് പിള്ളേരൊന്നും പോയി കാണണ്ട, നിങ്ങളൊന്നും കണ്ട് പഠിക്കുകയും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു പടം തുടക്കം എന്നാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടൻ പറഞ്ഞുതരാം.
അപ്പോൾ ഈ മൂവി DC മൂവി എല്ലാവരും പോയി കാണുക, അടിപൊളി പടമാണ്, മിസ്സാക്കണ്ട, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കണ്ട, ധൈര്യമായിട്ട് പോയി കണ്ടോളൂ, കിടിലം പടം. അപ്പം അടുത്തൊരു മൂവി റേറ്റ് ഉടൻ കാണാം. അതിലേക്ക് സി യു, ബൈ.